എന്റെ സങ്കടം അതല്ല ശോഭനെ. കോവിഡ് ഇങ്ങനെ പിടിവിട്ട് നിൽക്കുമ്പോ നീ ഇങ്ങനെ പണിക്ക് പോകുന്നതാ. ഇപ്പോഴല്ലേ ഏട്ടാ ഒരു ആശാവർക്കറെ കൊണ്ട് നാട്ടുകാർക്ക് ആവശ്യമുള്ളത്. പ്രായം ചെന്നവരും ആരും ഇല്ലാത്തവരും ഒക്കെ കഷ്ടപ്പെടുക. കാസർഗോഡ് മുതൽ ഇവിടെ വരെ വന്നതില് പൊതുജനങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഫുൾ സപ്പോർട്ടും ഞങ്ങളോടൊപ്പമാണ്. ഞങ്ങളുടെ ഈ സമരം വിജയിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ പൊതുജനങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത്. ഈ പാവങ്ങളെ കണ്ട് കണ്ണ് തുറക്കണം. ഇനിയും കണ്ണ് തുറന്നില്ലെങ്കിൽ അവർ ഒരുപാട് അവർക്ക് അനുഭവിക്കേണ്ടി വരും. ഞങ്ങളുടെ ആവശ്യങ്ങൾ നീതിയുക്തമാണെന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ തീർത്തും ശരിയാണെന്നും ഇവിടുത്തെ ജനങ്ങൾ വിളിച്ചോതുന്ന സ്വീകരണമാണ്. ഞങ്ങളെ ആക്ഷേപിച്ചവർക്ക് ഇത് കണ്ട് തലകുനിക്കാൻ മാത്രമേ പറ്റൂ. അവരുടെ നാവുകൾ ആശാവർക്കർമാരെ അധിക്ഷേപിക്കാൻ, അമ്മമാരെ അധിക്ഷേപിക്കാൻ, ഒരു സ്ത്രീകളെയും അധിക്ഷേപിക്കാൻ ഇനി അവരുടെ നാവ് പൊങ്ങില്ല. ദുരിതങ്ങൾ എത്രയുണ്ടേലും കഷ്ടപ്പെടുന്നവരൊന്നാണ്. അടിമപ്പണിക്കിനി ഇല്ലെന്നു ചൊല്ലുന്ന ആശമാരെല്ലാരും ഒന്നാണ്. നമസ്കാരം. കേരളത്തിലെ ആശാമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരയാത്ര ഇന്ന് കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. തങ്ങൾ അനുഭവിച്ച ദുരിതപർവം, തങ്ങൾ താണ്ടിക്കയറിയ ദുരിതങ്ങൾ, കേരളത്തിലെ അധികാരികൾ തങ്ങളോട് കാണിക്കുന്ന അവഗണന, ഇവയെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള തെരുവ് നാടകത്തോടു കൂടിയാണ് ഇവരുടെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലെയും സ്വീകരണം ആരംഭിക്കുന്നത്. ആ സ്വീകരണ കേന്ദ്രത്തിൽ അവതരിപ്പിക്കുന്ന തെരുവ് നാടകം കണ്ട് കണ്ണ് നനയുന്ന, കണ്ണുനീരൊപ്പുന്ന അമ്മമാരെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചു. ഇവിടെ കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ സ്വീകരണ കേന്ദ്രമായ കൊടുവള്ളിയിൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഇപ്പോൾ ആശാമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാം. മാന്യമഹാജനങ്ങളെ, കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 2020 മാർച്ച് മാസം 1-ാം തീയതി മുതൽ 2 ആഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. മാന്യമഹാജനങ്ങളെ, കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 2020 മാർച്ച് മാസം 1-ാം തീയതി മുതൽ 2 ആഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. എടി, നമ്മളതാ പ്രസിഡന്റിനോട് പറഞ്ഞതല്ലേ, PPE കിറ്റൊന്നും ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങേര് പറയുന്നേ. നമ്മുടെ നാട്ടുകാരെ കൈവിടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. നീ എന്തായാലും PHSയിലോട്ട് വാ. ഞാൻ ഇറങ്ങുവാ. ഇറങ്ങുവാന്നേ. എന്റെ മനോജേട്ടാ, ആ മാസ്ക് കഴുത്തിലിടാനുള്ളതല്ല. ദേ, കോവിഡ് എങ്ങാനും വന്നാ ഡയാലിസിസ് എല്ലാം പ്രശ്നമാവേ. ഇങ്ങനെ എന്തിനാ ശോഭനെ ജീവിച്ചിരിക്കുന്നത്? ചികിത്സാ സഹായത്തിന് നാട് മുഴുവൻ ഫ്ലെക്സും വെച്ച് മരുന്നും തീർന്നിരിക്കുക. ജീവിച്ചിരിക്കണേ എന്നും ആരോടെങ്കിലും തെണ്ടണം. എനിക്കിനി വയ്യ. ഇങ്ങനെയൊന്നും പറയല്ല മനോജേട്ടാ. ഞാൻ പോയിട്ട് വരുമ്പോ എങ്ങനെയും മരുന്ന് വാങ്ങിക്കാം. എന്റെ സങ്കടം അതല്ല ശോഭനെ. കോവിഡ് ഇങ്ങനെ പിടിവിട്ട് നിൽക്കുമ്പോ നീ ഇങ്ങനെ പണിക്ക് പോകുന്നതാ. ഇപ്പോഴല്ലേ ഏട്ടാ ഒരു ആശാവർക്കറെ കൊണ്ട് നാട്ടുകാർക്ക് ആവശ്യമുള്ളത്. പ്രായം ചെന്നവരും ആരും ഇല്ലാത്തവരും ഒക്കെ കഷ്ടപ്പെടുക. സ്വന്തക്കാര് പോലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുക.
ഏട്ടൻ സമാധാനത്തോടെ ഇരിക്കെ. നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഈശ്വരൻ കാണുന്നുണ്ടെന്നേ. ഡീ, നീ എന്തേലും കഴിച്ചേച്ചു പോ. വേണ്ട, സമയം പോയെന്നേ. പിന്നെ പിള്ളേർക്ക് കൊടുക്കാനുള്ള ചോറ് ഞാൻ ചോറ്റുപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടേ. കൊടുത്തു വിടാൻ മറക്കല്ലേട്ടോ. ഡീ, ഈ വെള്ളമെങ്കിലും നീ കൊണ്ടുപോ. സെക്രട്ടേറിയറ്റ് വെടിക്കൽ തലമുണ്ഠനം ചെയ്തതിലൂടെ കേരളത്തിന്റെ തന്നെ സ്ത്രീത്വത്തിന്റെ മുഖമായി മാറിയ ഒരാളാണ് ചേച്ചി. ഇപ്പൊ ഈ ഒരു സമരത്തിലൂടെ കേരളത്തിൽ അങ്ങോളം സഞ്ചരിക്കുകയാണ്. എങ്ങനെയാണ് പൊതുജനങ്ങളുടെ ഒരു പ്രതികരണം? ഞങ്ങള് കാസർഗോഡ് മുതൽ ഇവിടെ വരെ വന്നതില് പൊതുജനങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ഫുൾ സപ്പോർട്ടും ഞങ്ങളോടൊപ്പമാണ്. ഞങ്ങളുടെ ഈ സമരം വിജയിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ പൊതുജനങ്ങൾക്കുള്ളൂ. ഈ പാവപ്പെട്ട ഏറ്റവും താഴെ തട്ടില്ല, വെറും 232 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി എല്ലാ പൊതുജനങ്ങളും ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് പിന്താങ്ങായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ വിജയിക്കും, ഇതിൽ യാതൊരു മാറ്റവുമില്ല. 225 പേർക്ക് വേണ്ടിയാണ് ഞാൻ ഈ തലമുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നു. എനിക്ക് ഒരു ദിവസം എന്റെ ഫീൽഡിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് 200 രൂപ വേണം. ആ ഈ 232 രൂപയിൽ 200 രൂപ ഞാൻ വണ്ടിക്ക് കൊടുത്താൽ പിന്നെ എനിക്ക് എത്ര രൂപയുണ്ട്? എനിക്ക് പിന്നെ എത്ര രൂപയുള്ളു? പക്ഷെ അതല്ല, എന്നെ പോലെയാണ് മറ്റുള്ള ആശങ്കകൾ. എല്ലാരും പാവപ്പെട്ടവരാണ്. എന്റെ വീട് ജപ്തിയിൽ വരെ എനിക്ക് ജപ്തിയായി കൊണ്ടുപോകും. ഒരു മാസത്തിനകം അത് കൊണ്ടുപോകും. അത്ര ഇതിന് വേണ്ടി ഞാൻ ഇരിക്കണം. പക്ഷെ എനിക്കത് എന്റെ വീട്ടിനേക്കാളും എന്റെ ജനങ്ങൾക്ക്, ഞങ്ങളുടെ ആശാ വർക്കർമാർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. പക്ഷെ പൊതുജനങ്ങളെ ഞാൻ 2 കൈ കൊടുത്തു. ഞങ്ങൾ ഇത്രയും 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നോ ഞങ്ങൾക്ക് ഇത്രയും പിന്താങ്ങ് തരുമെന്നോ ദൈവത്തെ പോലും ഞാൻ ഇതോടും നന്ദി പറയുന്നു. എന്റെ പൊതുജനങ്ങളോട് ഇതുവരെ സഹകരിച്ച എന്റെ പൊതുജനങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. സർക്കാർ സംവിധാനങ്ങളോട് എന്താ പറയാനുള്ളത്? അവര് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. സർക്കാർ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. മുഖം തിരിഞ്ഞ് നിൽക്കുന്ന അവര് നിൽക്കട്ടെ. ഞങ്ങൾ എന്തെല്ലാം ആക്ഷേപിച്ചു, അവര് നിൽക്കട്ടെ. ഞാൻ ഈ സമരത്തോടുകൂടി ഞങ്ങളെല്ലാം ഞങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത്. ഞങ്ങള് പാർട്ടി തട്ടിമറിച്ചിടാനോ വിപരീതമായിട്ടോ ഒന്നുമില്ല. അവര് കണ്ണ് തുറക്കണം. ഈ പാവങ്ങളെ കണ്ട് കണ്ണ് തുറക്കണം. ഇനിയും കണ്ണ് തുറന്നില്ലെങ്കിൽ അവർ ഒരുപാട് അവർക്ക് അനുഭവിക്കേണ്ടി വരും. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് യാത്ര. ഇതുവരെയുള്ള ഒരു ജനങ്ങളുടെ പ്രതികരണം? ഞങ്ങൾക്ക് മെയ് മാസം 1-ാം തീയതി നമ്മളുടെ ഗാന്ധി MP മത്തായി സാർ അവരുകളെ പറഞ്ഞത്, ഞങ്ങൾക്ക് ഫ്ലാഗ് ഓൺ ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ തരുമ്പം ഞങ്ങളുടെ ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ജില്ലയിലുടനീളം പ്രദേശത്തേക്കല്ല പോകുന്നത്, ജില്ലയിലെ മുഴുവൻ മനുഷ്യ ഹൃദയങ്ങളിലേക്കുമാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കൃത്യമായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ഞങ്ങൾ ആശമാരെ ചേർത്ത് പിടിക്കുന്ന ഈ കേരളീയ സമൂഹം എത്രയോ വലിയ സ്വീകരണമാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നീതിയുക്തമാണെന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ തീർത്തും ശരിയാണെന്നും ഇവിടുത്തെ ജനങ്ങൾ വിളിച്ചോതുന്ന സ്വീകരണമാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഏത് ഡിമാൻഡിലാണോ ഞങ്ങൾ ഈ 95 ദിവസം രാപ്പകൽ സമരം പിന്നിടുന്നു, ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിലെ സമരം, ഞങ്ങളുടെ രാപ്പകൽ സഞ്ചരിക്കുന്ന സമരം ഇന്ന് 10ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾ ഏത് ഡിമാൻഡിലാണോ വന്നത് ആ ഡിമാൻഡ് സ്വീകരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റുമെന്ന് ഞങ്ങളുടെ ഇവിടുത്തെ മനുഷ്യ സ്നേഹികളായ ജനങ്ങൾ മനസ്സിലാക്കി തന്നു. ഞങ്ങൾ ഈ ഡിമാൻഡ് അംഗീകരിക്കാൻ ഞങ്ങൾ 99% ഞങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ രാപ്പകൽ സമരയാത്ര, സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്ര എല്ലാവർക്കും കടന്നു വന്ന മുഴുവൻ വീഥികളിലും ഞങ്ങൾക്ക് കൃത്യമായ സ്വീകരണമാണ് കിട്ടിയിരുന്നത്. ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷം അനുഭവിക്കുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പൊതുസമൂഹത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾ ആശാവർക്കർമാർ നിങ്ങളെയൊക്കെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചു പല നേതാക്കളും. അവരോടൊക്കെ എന്താ പറയുക ഈ ഒരു സമയത്ത്? ഞങ്ങൾ കൃത്യമായിട്ട് അവർക്ക് അന്നൊക്കെ ഞങ്ങള് മറുപടി കൊടുത്തു. ഞങ്ങളെ ആക്ഷേപിച്ചവർക്ക് ഇത് കണ്ട് തലകുനിക്കാൻ മാത്രമേ പറ്റൂ. ഇനി അവരുടെ നാവുകൾ ആശാവർക്കർമാരെ അധിക്ഷേപിക്കാൻ, അമ്മമാരെ അധിക്ഷേപിക്കാൻ, ഒരു സ്ത്രീകളെയും അധിക്ഷേപിക്കാൻ ഇനി അവരുടെ നാവ് പൊങ്ങില്ല. ആ രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ജനങ്ങൾ തന്നെ തീർച്ചയായും തിരിച്ചടി കൊടുത്തു.